ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം ഞാൻ കുറേ ദിവസമായി ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഒരാഗ്രഹം. അങ്ങനെ വിചാരിച്ച് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാലോ എന്ന്. അങ്ങനെ ഇവിടെ മീനായിട്ടുണ്ടായിരുന്നത് ആവോലി ഉണ്ടായിരുന്നു, പിന്നെ മത്തി ഉണ്ടായിരുന്നു കേട്ടോ. മത്തി ഒരു നെയ്യുള്ള മത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഒരു ദിവസമാണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മത്തിയുടെ വീഡിയോ ഇന്നലെയാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റെസിപ്പി ഉണ്ട്, അതായത് മത്തി വറ്റിക്കുക ആ ഒരു സംഭവം, പിന്നെ ആവോലി അതിൽ നിന്നൊരു നാളിനെടുത്തിട്ട് ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്, പിന്നെ ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി. ചമ്മന്തി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലാണ്. കാര്യം സാധാ ഒരു തേങ്ങാ ചമ്മന്തി ഒന്നുമില്ല ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഉണക്കലുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കൽ വെച്ചിട്ട് എന്താ പറയുക, ഉണക്ക മാന്തൾ വെച്ചിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ മത്തിയുടെ പഞ്ഞീനുണ്ടാവില്ലേ, അത് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിക്സാക്കിയിട്ട് ആദ്യം ഈ പഞ്ഞി എന്തെങ്കിലും മൂപ്പിച്ചെടുത്തതിന് ശേഷം തലേ ദിവസത്തെ ചമ്മന്തി ഇട്ടത് അതിലോട്ട് മിക്സാക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ, എന്താ പറയുക, ഒരു ഗ്രേവി പോലെ ആക്കി. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഇങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. എനിക്കങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അടുത്തൊരു നമ്മൾ ചട്ടിച്ചോറ് ചെയ്യുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ തട്ടിക്കൂട്ടണമല്ലോ, അത് കാരണമാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്. പിന്നെ ഇവിടെ പഴുത്ത മാങ്ങ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കുറ്റിപ്പുറത്തുനിന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കി, മാമ്പഴ പുളിശ്ശേരി. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ആദ്യം അങ്ങനെ അവന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ആയിട്ട് അവന് കുറച്ച് കൂടുതൽ തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അടിപൊളി എന്താ പറയുക, മാമ്പഴ പുളിശ്ശേരി, പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി മുട്ട പൊരിച്ചത്. പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ചോറ് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റേഷനരി വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു ചട്ടിയിൽ നിന്നാണ് എല്ലാവരും കഴിക്കണം. അപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അനിയമോളെ കാര്യം പറയണം, അവൾ ഉച്ചപ്പുറത്തായിരുന്നു. അപ്പോൾ കാരണം അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഈ ചീര പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഒരു ചീരയല്ല, ഇവിടെ പറമ്പിലുള്ള വേറൊരു ടൈപ്പ് ചീര, എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ ആ മത്തിയുടെ പഞ്ഞീൻ്റെ ആ ഒരു സാധനം, പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി. പിന്നെ ആ ഒരു മത്തിയുടെ ആ സാധനം പറയുകയാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. പിന്നെ തൈര്, അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ മീൻ ഫ്രൈ ആക്കിയത്, പിന്നെ ചമ്മന്തി. ഇപ്പം ഇത്രയാണ് നമ്മുടെ ഒരു വിഭവങ്ങൾ എന്ന് പറയണത്. പക്ഷേ മാഷാ അല്ലാഹ് നല്ലൊരു എന്താ പറയുക, സൂപ്പറായിരുന്നു. പിന്നെ എന്താ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചട്ടിച്ചോറൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല കാശ് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും നിറയും, പിന്നെ അതേപോലെ വയറും നിറയും. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുകയല്ലേ. പിന്നെ ഇത് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞതുപോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.